പെട്ടെന്ന് രക്ഷിതാക്കളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മക്കൾ. നമ്മൾ വിചാരിക്കുക അവർക്കൊന്നും അറിയില്ല, അവർക്കെല്ലാം അറിയാം. ഉപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉപ്പ എനിക്കൊരു ബൈക്ക് വേണം. ഈ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം. വളരെ വ്യത്യസ്തമായ ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ചർച്ചയ്ക്ക് എടുക്കാറുള്ളത്. ഇന്നും അൽഹംദുലില്ലാ നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നത് ബഹുമാനനായ സയ്യിദ് സാറാണ്. കൗൺസിലിംഗ് രംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വരുന്ന ചെറുതും വലുതുമായ ഓരോ പ്രശ്നങ്ങളെ കണ്ടെത്തി അത് പരിഹരിക്കാൻ നമുക്കൊക്കെ സാധിക്കുന്നു എന്നത് വലിയ ഒരു അവസരം തന്നെയാണ്. ഏതായിരുന്നാലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. സർ, നമ്മൾ പല വിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുത്ത് മുന്നോട്ട് പോകാറുള്ളത്. പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ്, കഴിഞ്ഞൊരു കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ നമ്മുടെ ശ്രോതാക്കളിൽ നിന്നും ലഭിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളായിരുന്നു, അതിൻ്റെ ഒരു മറുപടി, അതിൻ്റെ വാട്ട് ഈസ് എ സൊല്യൂഷൻ എന്നൊരു മേഖലയായിരുന്നു ചെയ്തിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മളെ പേഴ്സണലി വിളിച്ചു വരെ അറിയിച്ചു, ഈ ഒരു പ്രശ്നം ഇത്ര ഭംഗിയായിട്ട് ചെയ്തതിന് അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന തന്നെയാണ് നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇൻഷാ അള്ളാഹ് അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾക്ക് കാരണമാവട്ടെ, ഇനിയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാൻ. പലപ്പോഴും ഇപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഓരോ ദിവസവും നമ്മുടെ ഡേ ബൈ ഡേ ഉള്ള നമ്മുടെ ഓരോ ദിവസത്തിലെയും നമ്മുടെ അനുഭവങ്ങൾ ആസ് എ പാരൻ്റ്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. അവിടെ കുട്ടികൾക്കിടയിൽ, നമ്മുടെ മക്കൾക്കിടയിൽ, നമുക്കിടയിൽ വലിയ അന്തരമുണ്ടോ എന്ന് തോന്നിപ്പോവാണ്. സോ ഇന്നത്തെ നമ്മളൊരു വിഷയം ചർച്ചയ്ക്കെടുത്താൽ നന്നാവും എന്നെനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ജെൻസി, അതുപോലെ തന്നെ ന്യൂജൻ, ആൽഫ, ഇങ്ങനെയുള്ള ഒരുപാട് ടേമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ തലമുറയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അവർ ന്യൂജനല്ലേ, അവർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവൂ എന്ന രൂപത്തിലേക്കൊരു എല്ലാം ഒരു നിസ്സാരമായി കാണുക, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അവഗണിക്കുന്നൊരു സ്വഭാവമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂജൻ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ, ഈ ജെൻസി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അധ്യാപകർ അറിയേണ്ട കാര്യങ്ങൾ, അതൊന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്താൽ അതെല്ലാവർക്കും ഏറെ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുടെ സാധാരണ സ്നേഹക്കൂട് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ വീടുകളിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീടിൻ്റെ അകത്തളങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുടുംബ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഉപ്പ, ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, ഇവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവർ നേരിടുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി വന്നതോടുകൂടി വന്ന വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ചുരുങ്ങിയിട്ടുണ്ട്. ആശയവിനിമയമാണല്ലോ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ ഒരാത്മബന്ധത്തിലേക്ക് നീങ്ങാനുള്ള പ്രേരകം സംസാരമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റൊരാളത് ലിസൺ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് തീർക്കുന്നത്. എന്നാൽ വീടിൻ്റെ അകത്ത് ഈ തലമുറയിൽപ്പെട്ട കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിലുള്ള ആ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനെ എങ്ങനെ ലഘൂകരിക്കാൻ സാധിക്കും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദർശരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഉപ്പ, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ മോന് 10ാം ക്ലാസ് കഴിഞ്ഞു, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവന് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വലിയ തിരക്കിലായതുകൊണ്ട് തന്നെ ആദ്യം സമയം കൊടുത്തില്ല.
പിന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് ഇരുന്നപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നാൽ ഒരു സ്വസ്ഥത വേണ്ടേ. അതായത് സ്ഥാപനത്തിലേക്ക് നമ്മളെ പറഞ്ഞേക്കുന്നത് തന്നെ എന്തിനാ, അവിടെയുള്ള സിലബസും ദീനും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പഠിച്ച് വീട്ടിൽ വന്നാൽ ഒരു തരം ജയിൽവാസം പോലെയാണ് എനിക്ക് വീട് ഫീൽ ചെയ്യുന്നത്. ഒന്നിനൊരു സ്വാതന്ത്ര്യമല്ല. ഇത് ഞാനങ്ങ് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവണമില്ല. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതൊക്കെ ഒന്ന് വിട്ടു പോയാൽ എന്താ അല്ലേ. ഈ കുട്ടികൾ അലോപ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അങ്ങനെയുള്ള ഒരു കേസ് ഇപ്പോൾ അടുത്ത് വന്നു. അതായത് പാരൻസിന് ഈ മക്കളെ മനസ്സിലാവില്ല. ചില കുട്ടികളൊക്കെ നല്ല ടാലൻറ്റഡായ മക്കളാണ്, ടെക്കിയായ മക്കൾ. ടെക്കി എന്നുള്ള വേർഡ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ അതിൻ്റെ എല്ലാ ഫോർമുലയും മനസ്സിലാക്കിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അവരെ കയ്യിൽ ഈ ഗാഡ്ഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾ മൊബൈൽ എടുത്തിട്ട് അവരുടേതായിട്ടുള്ള ഗവേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ മുതിർന്ന ആളുകൾ ഇടപെട്ടിട്ട് അവരെ തടസ്സപ്പെടുത്തുമ്പോൾ പാരൻസിനോട് ഈ കുട്ടികൾക്കുണ്ടാവുന്നത് വിമിഷ്ടമാണ്, ഒരു സംശയം വേണ്ട. ഉറപ്പായിട്ടും 2 തലങ്ങളിൽ ഈ മൊബൈലിനെ അല്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ നല്ല ഇൻ്റലിജൻ്റായ ടെക്കി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ 5/4 ഉണ്ടാക്കണമെന്ന് ചിന്തയിൽ നിന്ന് അവർ ചിന്തിക്കുകയാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന ട്രേഡിങ്ങിനൊക്കെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട്. ചിലരൊക്കെ തന്നെ ഓൺലൈനായിട്ട് ഒരുപാട് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻ്റാണ് ഈ മൊബൈൽ ഫോൺ. അതിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെ ഉൾക്കൊള്ളാൻ നമ്മുടെ പാരൻസിനോ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. നമ്മൾ ഈ പുതിയ തലമുറ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇപ്പോൾ AI കാലമാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് ഫെസിലിറ്റികൾ, ഇപ്പോൾ ChatGPT പോലെയുള്ള, ജെമിനി പോലെയുള്ള AI, അതുപോലെ റോബോട്ടിക്സ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയ വരികയാണ്. അപ്പോൾ പല ജോലികളും ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പല ജോലികളിപ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു 5-6 വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന പല മേഖലയൊന്നും ഇപ്പോൾ ഒന്ന് കാണുന്നില്ല. ഇപ്പോൾ 2050 ആ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്കോപ്പുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെങ്കിൽ, സ്കോപ്പുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറുകൾ അത് ഏത് ഇപ്പോൾ നിലവിലുള്ള AI സിസ്റ്റത്തോട് ചോദിച്ചാലും നമുക്ക് ആദ്യം കിട്ടുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളെക്കുറിച്ച്, അഡാപ്റ്റബിലിറ്റിയുള്ള ആളുകളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കില്ലുകൾക്ക് വലിയ പ്രാധാന്യമാണ് എത്ര മെഷീനറികൾ പുരോഗമിച്ചാലും ഉള്ളത് എന്നാണ്. അതിന് മനുഷ്യർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട്, മനുഷ്യർക്ക് മാത്രമല്ല ഏതൊരു ജീവിക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളുമായിട്ടൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ, അതൊരു ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോവും, മക്കളും നമ്മളിൽ നിന്ന് അകന്നു പോവും. പിന്നെ ഏതോ ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മറ്റ് ലോഡ്ജിലൊക്കെ താമസിക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക, മക്കൾക്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾ അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നൊരു ഡിവൈസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. അവിടെ എന്താ രക്ഷമീം സാറേ, ഈ രക്ഷിതാവ്, ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ രക്ഷിതാവ് പറയും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ അറിവില്ലായ്മ ഈ വലിയ ആളുകൾക്കുണ്ട്. അതായത് ഈ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം അല്ലേ. ഓരോന്നിനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറെ ഡീൽ ചെയ്യാനുള്ള ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ അടുത്ത് ക്ലയൻസ് വന്നിട്ട് ഏറ്റവും നല്ല കച്ചവടം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പാരൻസിന് ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബാലപാഠങ്ങൾ അറിവില്ല. ഞാൻ മനസ്സിലാക്കിയതാ. അപ്പോൾ തകരാറ് ശരിക്ക് കുട്ടികൾക്കല്ല. പലപ്പോഴും ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും മാറേണ്ടത് കുട്ടികളല്ല, രക്ഷിതാക്കളാണ്. സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് ഇവരിങ്ങനെ ഊറ്റം കൊണ്ടിട്ടാണ് വരിക. എന്താ വരിക, പ്രശ്നം കുട്ടീൻ്റേതാണെന്ന് അവതരിപ്പിക്കാനാണ് വരിക. ഏകദേശമൊക്കെ നമ്മൾ കേട്ടതിന് ശേഷം പറയും നിങ്ങൾക്കാണ് പ്രശ്നം, കുട്ടിക്കല്ല.
കാരണം ഈ കുട്ടികൾക്ക് നിങ്ങളുടെ പഴയ തലമുറയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല അല്ലേ. എല്ലാവരും മുന്നോട്ടല്ലേ നടക്കുന്നത്, ബാക്കോട്ട് നടക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ രക്ഷിതാവിനോട് പറഞ്ഞത് എൻ്റെ അടുത്ത് തകരാറുണ്ടെന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി. കാരണം മൂപ്പര് ദേവാരംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ആകെ ചൂടായി ദേഷ്യപ്പെട്ട്, അതിന് കാരണമുണ്ട്, ഇയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ഈ മക്കളൊക്കെ പോറ്റി ഉണ്ടാക്കണമെങ്കിൽ പോക്കറ്റിൽ ക്യാഷ് വരുന്നില്ല. അപ്പോൾ ക്യാഷ് വരാത്തപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാം കൂടി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് ഒരു 2-3 ദിവസത്തിന് നിൽക്കാൻ വന്നപ്പോൾ ആ കുട്ടി ഇതെല്ലാം കൂടി സഫർ ചെയ്യാണ്. അപ്പോൾ കുട്ടിക്ക് തോന്നുകയാണ് എൻ്റെ ഉപ്പക്ക് എന്നെ ഇഷ്ടമല്ല, ഉമ്മക്ക് ഇഷ്ടമല്ല, എനിക്കൊന്നിനും സ്വാതന്ത്ര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത് ഒന്നിച്ചിരുന്ന്, അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ എൻ്റെ ഉപ്പൻ്റെ ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥ എനിക്കറിയോ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ 4-5 കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് ആ ഉപ്പ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തെന്ന് എനിക്കറിയോ? ഇതൊക്കെ ഉപ്പ സ്വയം എന്ത് ചെയ്യാണ്, ആ പ്രഷറും കൊണ്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ല, ഉപ്പക്ക് പ്രഷറുണ്ട്, ഉപ്പക്ക് ഡയബറ്റിക് ഉണ്ട്, ഇല്ലാത്ത രോഗങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വാപ്പ ദേഷ്യപ്പെട്ടേക്കും. അപ്പം അത് മനസ്സിലാക്കുക. അങ്ങനെ കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെടുത്തി അവർ തമ്മിലൊരു സിങ്കിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തുണ്ടായി, അവിടെ നല്ല ഒരു ഫ്രെയിം ഉണ്ടായി. ഇതാണ് നമ്മൾ കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഏത് കാലത്തും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അത് നടക്കേണ്ടത് നമ്മുടെ വീടുകളിലാണെന്നുള്ളതാണ് ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. സാർ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ചെറിയ ഒരു തട്ടലും മുട്ടലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ആ ഒരു തട്ടലും മുട്ടലും ആളുകൾക്ക് നൽകുക, നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുക എന്നതാണല്ലോ നമ്മുടെ ഈ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അടുത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, വികാരങ്ങൾ എന്നുള്ളത് ഇമോഷണൽ മാനേജ്മെൻറ്റ് അല്ല, ഇമോഷൻസ് ഉള്ള ഒരാളാണ് മനുഷ്യൻ. ഇമോഷൻസ് ആണല്ലോ നമ്മൾ, മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മളെ വ്യതിരിക്തമാക്കുന്നത് ഇമോഷൻസാണ്. അപ്പോൾ ഇമോഷൻ്റെ റേഞ്ച് ആളുകൾ വ്യത്യസ്തമാണ്. ചില ആളുകൾ ഒരു കാര്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു ചാടും, പ്രതികരിക്കും. ക്ഷമ എന്നുള്ളത് തീരെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക തന്നെ വേണം. നമ്മളെ മക്കളാണല്ലോ, അവർ വളരുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അതേ രൂപത്തിൽ തന്നെ കുട്ടികൾ പ്രതികരിക്കണം എന്ന് രക്ഷിതാക്കൾ വിചാരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബൈക്ക് സ്വന്തമാക്കുക, അതൊന്ന് ഡ്രൈവ് ചെയ്യുക, എന്നിട്ടൊന്ന് കറങ്ങുക, ഇതൊക്കെ കുട്ടികളുടെ ആഗ്രഹങ്ങളാണ്. പണ്ട് നമ്മുടെയൊക്കെ കാലത്തൊരു സൈക്കിളായിരുന്നു അല്ലേ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതും ലക്ഷങ്ങളുടെ വാല്യൂ ഉള്ള ബൈക്കുകളാണ് കുട്ടികൾ വാങ്ങുന്നത്. അത് വാങ്ങിക്കൊടുക്കണോ കൊടുക്കണ്ടേന്നല്ല എൻ്റെ ചർച്ച. ഞാൻ പറയുന്നത് ഈ ഒരു ബൈക്ക് എന്നുള്ള ഈ കുട്ടിയുടെ ഒരു ഡ്രീമാണ്. കാരണം അവൻ്റെ ഈ കൗമാരത്തിൽ അവൻ കാണുന്ന ഒരു റോൾ മോഡൽ അതൊക്കെയാണ്. അപ്പോൾ ഉപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉപ്പ എനിക്കൊരു ബൈക്ക് വേണം. അപ്പോൾ എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഒരു കമൻറ്റ്. ഓക്കെ, ഈ കുട്ടിക്ക് ലൈസൻസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷെ ആ കാര്യം ഒരു രക്ഷിതാവ് കുട്ടിയോട് അവതരിപ്പിക്കുമ്പോൾ കുട്ടിയുടെ വികാരത്തെ മാനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ കുട്ടി പ്രതികരിക്കും. കാരണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് എന്നുള്ളത് ആവശ്യമുള്ള ഘടകമേ അല്ല. അവനക്ക് ആ ഡ്രൈവ് ചെയ്യണം. ഒരു സ്കൂട്ടറാണെങ്കിൽ അതുമായിട്ട് ഒന്ന് പറക്കണം. അത് അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. കാരണം അവൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുന്ന എന്താ വാപ്പയുടെ ഒരു ബൈക്ക് ഞാൻ എടുത്താൽ അല്ലേ. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമുണ്ട്. ഞാൻ വണ്ടിയായിട്ട് കോളേജിലേക്ക് പോവാണ്. ഏകദേശം കോളേജ് എത്താൻ നേരത്തുണ്ട് ഒരു വളവുണ്ട്. ആ വളവിൽ ഒരു ചെക്കൻ വന്നിട്ട് എൻ്റെ ബോണറ്റുമേൽ ബൈക്ക് അങ്ങോട്ട് ഇടിച്ച് ഏകദേശം പരപ്പാക്കി. അപ്പോൾ ഈ ചെക്കന് 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ ഉപ്പ വയനാട്ടിലാണ് അപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർ ഉമ്മനെ കാണാതെ ഉപ്പൻ്റെ ബൈക്കും എടുത്തിട്ട് പോന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവനോട് പറയേണ്ടത് എടുക്കരുത്. അപ്പോൾ ഇത് പ്രായപൂർത്തിയാവാത്ത ഒരു ചെക്കൻ്റെ മാനസികാവസ്ഥയാണ് കേട്ടോ. അവൻ്റെ
കയ്യും കാലും ഒക്കെ തോല് പോയി. കാരണം ഓൻ അമ്മാതിരി ഡ്രൈവിംഗ് ആണ്. നമുക്കറിയാലോ, ആ കൗമാരത്തിൽ ഒരു ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വളവാണോ തിരിവാണോ എന്ന് നോക്കൂല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ഒരു വികാരപ്രകടനം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് മിനിമൈസ് ചെയ്യാനുള്ള ഒരു സഹിഷ്ണുതയും സ്നേഹവും തലോടലും അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതുമൊക്കെയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ അയാളുടെ പെരുമാറ്റങ്ങളാണ്. ആ പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇമോഷൻസാണ്. അഥവാ അവിടെ ഓരോരുത്തരോടും ഓരോ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിത വിജയം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മക്കളോട് പെരുമാറേണ്ട രൂപമുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളോട് പെരുമാറേണ്ട അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും ആ ഒരു ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ചില ആളുകൾ നമുക്ക് കാണും അല്ലേ. സാധാരണ അങ്ങനെയുള്ള ആളുകളൊക്കെ പറയാറുള്ളത് വെട്ടൊന്ന് കഷ്ണം രണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകളായിട്ട് ആരും അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കാനോ പറയാനോ മുതിരാറില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളായ നമ്മുടെ മക്കളോട് ആ ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ നല്ല സ്വഭാവങ്ങളും കാണിക്കേണ്ട ഇടം എന്ന് പറയുന്നത് വീട്ടിലാണ്, ഭാര്യയോടാണ്, മക്കളോടാണ്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോടാണ്. അവിടെ ആ ഒരു ഇമോഷൻസ് നല്ല രൂപത്തിലാക്കി തീർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കണം. ഇപ്പോൾ ഇമോഷൻ അത് എല്ലാവർക്കും ചിലതൊക്കെ പരിചയിച്ചെടുക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരു ഇടം കണ്ടെത്തി ചെയ്യേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇമോഷൻസ് അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ്, എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ല, പലപ്പോഴും നമ്മൾ ചിലതിന് എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ ഉപ്പനാണ്. ഉപ്പ ജീവിച്ചിട്ടുള്ള കാലത്ത് ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ ഒരു 4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൗമാരത്തിൽ ഞാനും എൻ്റെ ബ്രദറും തമ്മിൽ നല്ല അടി കൂടും. അപ്പോൾ ഈ അടി കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കും, അവൻ്റെ ഭാഗം ന്യായീകരിക്കും. ഇത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ രണ്ടുപേരും ന്യായീകരണം നടത്തുമ്പോൾ വാപ്പ പറയും, ഇപ്പോൾ ഇപ്പം ഉണ്ടാക്ക്, ഇതൊന്നും ഉണ്ടണ്ട, ഇപ്പോൾ പൊയ്ക്കോ. അതായത് അത് പറഞ്ഞപ്പോൾ ഉപ്പനോട് എനിക്ക് അന്ന് തോന്നിയ ദേഷ്യമാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഉപ്പ സ്വീകരിച്ച ഒരു സമീപനം എന്താണെന്ന് വെച്ചാൽ, ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മെഡിസിനാണ്. ഈ വികാരത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. വികാരം കൊള്ളുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ റോങ് ആയിരിക്കും. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ ചൂടും പുകയും കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് വന്നിട്ട്, നിങ്ങൾ നോക്കിയാണ് അവൻ്റെ മുടിൻ്റെ എനിക്ക് കാണിച്ചു തരാണ്. ഇതിനിപ്പോൾ എന്താ പ്രശ്നം ഞാൻ ചോദിച്ച്. ഇയാളുടെ എരുതി കണ്ണൊഴിക്കുന്ന നിൽക്കാണ് ഞാൻ പ്രതികരിച്ച്. അവനെ കയ്യിലെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്താ ഇപ്പോൾ അതിൽ പ്രശ്നം? ആ മുടിയൊക്കെ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരു മുടി ഈ കുട്ടി 16-ാമത്തെ 15-ാമത്തെ വയസ്സിൽ ഒന്ന് ഒരു ഹിപ്പി ടൈപ്പോ അല്ലെങ്കിൽ ഒന്ന് സ്ട്രൈറ്റൊക്കെ ആയിട്ട് ഈ കുട്ടി, അതിൽ നമ്മൾ എന്തിനങ്ങനെ ചൂടാകുന്നത്? അത് അവരുടെ ഒരു ഫാൻസി അല്ലെങ്കിൽ അവരുടെ ഒരു ഫാൻറ്റസി വേൾഡിൽ അവർ ജീവിക്കുന്നത്. അതിനോട് നമ്മൾ വെട്ടൊന്ന് കഷ്ണം 2 പോളിസിയിൽ പ്രതികരിച്ചാൽ ആ മുടി ഒരിക്കലും അവൻ വെട്ടില്ല. നേരെ മറിച്ച് നല്ല രൂപത്തിൽ നമുക്കത് പറയാം. എടാ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ആദ്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞ് മോനെ ഇതൊന്നും നമുക്ക് ഫിറ്റായ അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അതായത് അവനെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സതുപദേശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് മുഖവിലേക്ക് എടുക്കും. എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു കഥയാണ്. അവൻ്റെ ചെറുപ്പത്തിൽ പണ്ടൊക്കെ നമുക്ക് അറിയാലോ, ഈ തല്ലൂടാനൊക്കെ പോകുന്ന ആളുകൾ ഒരു വളയിടും. ഈ വളയിട്ടിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഉപ്പ ഇസ്ലാമിക പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം എന്താ വെച്ചിട്ടെന്ന് ചോദിച്ചു. അതിനെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല, പക്ഷെ ഇത് നമുക്കൊന്നും അത്ര യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഒഴിവാക്കാനും പറഞ്ഞില്ല. അപ്പോൾ 2-3 ദിവസമൊക്കെ അവൻ അത് ഇട്ടിട്ട് നല്ല ഒരു ഇതായിട്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനക്ക് തന്നെ എന്തിനപ്പോൾ അവനത് ഒഴിവാക്കി. ആ ഒരു സമീപനമായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളോട്. അതിൻ്റെ അർത്ഥം മുടി അങ്ങനെ വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ബുദ്ധി വെക്കുന്നൊരു സമയമല്ലേ, വിവേകം വെക്കുന്നൊരു സമയം നമുക്കൊക്കെ ഉണ്ടായില്ലേ. കാർക്കശ്യത്തോടു കൂടി ഇന്ന് മക്കളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പണ്ടത്തെ ഉപ്പന്മാരെ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ കഥ, മദ്രസയിൽ നിന്നോ സ്കൂളിൽ നിന്നോ ചോക്ക് എടുത്ത് വീട്ടിലേക്ക് വന്നു.
അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, ഇത് എവിടുന്ന് കൊണ്ടുവന്നാൽ ചോദിക്കുമ്പോൾ അത് എനിക്ക് തന്നതാണ്, അങ്ങനെയാണല്ലോ നമ്മൾ കളവ് പറയാം. അപ്പോൾ ഉമ്മ കണ്ടെത്തി ഇത് ഇവന് പറയുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് കളവ് നടത്തി കൊണ്ടുവന്നതാണ്. അത് കുതിര തല്ലി നന്നായിട്ട് അടി കൊടുത്തു. അത് കണ്ട പിന്നെ മാത്രയിൽ അവൻ്റെ ഉള്ളിലുണ്ടായ ഒരു വികാരം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതാണ്. അത് അന്നത്തെ കാലത്ത് അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്ന് കുട്ടികളോട് ആ രൂപത്തിലുള്ള ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചാൽ ആദ്യം തന്നെ കുട്ടികളെന്താ പറയുക, ചൈൽഡ് ലൈനാണ്. കാരണം കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വളരെ വ്യക്തമായി കഴിഞ്ഞു. പണ്ടത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളാണ് ഇവിടെ മാറേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വികാരങ്ങൾ എപ്പോഴും അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൗമാര കാലഘട്ടത്തിലേക്കുള്ള മക്കളാണ് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ വികാരത്തിന് അടിമപ്പെടുന്ന ആളുകൾ എന്നുള്ളതാണ്. അവർക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാറില്ല പലപ്പോഴും. അവിടെ നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ നേരെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഒന്ന് കൂടെ പിടിച്ച് ഒരു സ്നേഹത്തിൻ്റെ നല്ല വാക്കുകളൊക്കെ കൊടുത്ത് അവരിലുള്ള മിസ്റ്റേക്കുകൾ പതിയെ തിരുത്തുന്ന, അവർ സ്നേഹിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിലാണ് എളുപ്പമായിട്ട്. അല്ല എങ്കിൽ നേരെ ഉൾട്ടയടിക്കുന്ന, എഗെയിൻസ്റ്റ് ആവുന്ന ഒരു റിബലിയസ് മൈൻഡായിട്ട് തീരുന്ന ഒരവസ്ഥയിലേക്കാണ് വരാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലവും മാറി മാറി വരുമ്പോൾ അതിൻ്റെ പല പുതിയ പുതിയ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ നിന്ന് രക്ഷിതാക്കൾക്കെതിരെ വരെ പോലീസിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കുട്ടികളുടെ എണ്ണം വരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. അപ്പം അത്രയും നിയമങ്ങളും സുരക്ഷിതത്വ ബോധവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നാലും രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തലോ അകറ്റി നിർത്തലോ അല്ല, അല്ലെങ്കിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെ തള്ളിക്കളയലോ അല്ല, മറിച്ച് ചേർത്ത് നിർത്തി സ്നേഹത്തോട് കൂടിയിട്ട് പലതും തിരുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെ സ്വാധീനം ചെലുത്താനും മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന, ഈ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പഠനത്തിലും അക്കാദമികമായ മേഖലയിലും ഒക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ്, പിരിമുറുക്കങ്ങളാണ്. അതായത് പണ്ട് ഇപ്പോൾ ഏത് കോഴ്സ് പഠിച്ചാലും വേണ്ടിയില്ല, ഏത് സംവിധാനത്തിൽ പോയാലും വേണ്ടിയില്ല, അതിനൊന്നും വലിയ കൃത്യത ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഓരോ രക്ഷിതാവും, കേരളത്തിലുള്ള ഓരോ രക്ഷിതാവും എൻ്റെ കുട്ടിയെ ഏറ്റവും നല്ല ഒരു കരിയറിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങണം, ഇതെല്ലാവരുടെയും സ്വപ്നമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കുട്ടികൾക്ക് കുറേ പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് ഈ പിരിമുറുക്കങ്ങളെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മക്കളുള്ളത്. ഇപ്പോൾ എൻ്റെ 11th ക്ലാസ്സിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന കുട്ടീനെ ഞാൻ കാണുന്നുണ്ട്. വീട്ടിൽ വന്നാൽ മൊബൈൽ കൊടുക്കരുത് എന്നാണ് പറയാറ്. എല്ലാ അധ്യാപകരും പറയും കൊടുക്കണ്ട, പക്ഷേ ഇവർക്ക് എഴുതാൻ മാത്രമുള്ള നോട്ട് പലതും ഈ മൊബൈലിലാണുള്ളത്. എന്നിട്ട് അവൾ എഴുതി തന്നെ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് അവർ ഉറങ്ങുന്നത്. അപ്പോൾ ഇത് എഴുതി അങ്ങ് കൊണ്ട് ചെന്നിട്ടില്ലെങ്കിൽ അവിടെ വേറെ വിപ്ലവമാണ് അല്ലേ. ഈ പറയുന്ന അധ്യാപകരൊന്നും ആവില്ല അവിടെ ഉണ്ടാവുക. ഈ കുട്ടി അങ്ങോട്ട് ആ ഹോംവർക്ക് ചെയ്യാതെ ചെന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് ഒരുപാട് ചീത്ത കേൾക്കും, അല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രഷർ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ഒരു ലക്ഷ്യബോധമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ ഇതൊക്കെ പ്രകടിപ്പിക്കുക എന്താണ്, ദേഷ്യത്തിൽ കൂടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ വീട്ടിൽ ഇവരനുഭവിക്കുന്ന സ്ട്രെസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയാം, അവരുടെ പ്രായത്തിനനുസരിച്ച് ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കണം എന്നാണ് നമ്മുടെ താല്പര്യം. ചിലപ്പോൾ അവർക്ക് അവരുടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ലേറ്റായിട്ടാണ് അവർ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ അവരുടെ അസൈൻമെൻറ്റും അതുപോലെയുള്ള ഹോംവർക്കൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അതിരാവിലെ തന്നെ ഇവർക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട്. ഈ സമയത്ത് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെ ചെയ്ത് തീർക്കാൻ ആ കുട്ടികൾക്ക് സാധിക്കണമെന്നില്ല. ഇനി സാധിച്ചാൽ തന്നെ ആ ഒരു ബോധം ഇന്നത്തെ ജനറേഷനില്ല അല്ലേ. സ്വന്തം വസ്ത്രം പോലും ഒന്ന് അലക്കണം എന്നുള്ള ബോധം എത്ര കുട്ടികൾക്കുണ്ട്. അവനെ കിടന്നിട്ടുള്ള ആ ബെഡ് അല്ലേ, അതിൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് വിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് അതിൻ്റെ ക്രമം ശരിയാക്കണം. എത്ര കുട്ടികൾ അത് ചെയ്യണ്ടേ? നമുക്കൊക്കെ മക്കളുണ്ടല്ലോ. അപ്പോൾ ഏതോ ഒരു ലോകത്താണ് ഈ മക്കളുള്ളത്. അപ്പോൾ ഇങ്ങനെ അതിന് എനിക്ക് ഒരു കാരണം തോന്നിയത്, ഇന്ന് ഈ ഒരുപാട്
അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരത് മാർക്കറ്റ് ചെയ്യുന്ന അവരുടെ ഉപജീവനത്തിനാണ്. അല്ലേ? ഓരോ ചിരിയും അവർക്ക് പൈസയാണ്. പക്ഷേ ഇത് കാണുന്ന കുട്ടികൾക്ക് ലൈഫിൻ്റെ ഒരു സീരിയസ്നെസ് മിസ്സാവുന്നുണ്ട് സർ. അല്ലേ? ലൈഫിനൊരു സീരിയസ്നെസ് ഉണ്ടല്ലോ. ഈ തമാശ കുറേ കണ്ടുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടുമോ? വീട്ടിൽ അരി കിട്ടുമോ? മത്സ്യം വാങ്ങാൻ പറ്റുമോ? അതിന് വാപ്പ അധ്വാനിച്ച് തന്നെ കൊണ്ടുവരണ്ടേ? അപ്പോൾ ഇത് വാപ്പ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വാപ്പക്ക് ഹാലിളകും. കാരണം ഒരു ഉത്തരവാദിത്വം കുട്ടി ചെയ്യില്ല. അത് ഉമ്മയും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, ഈ മൊബൈലിലായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ ഉമ്മക്ക് വീട്ടിലാണെങ്കിൽ അടുക്കള ജോലീൻ്റെ സമ്മർദ്ദമുണ്ട്, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കേണ്ട സമ്മർദ്ദങ്ങളുണ്ട്, വാപ്പക്ക് സാമ്പത്തികമായിട്ടുള്ള പൈസ സമാഹരിക്കേണ്ട സമ്മർദ്ദമുണ്ട്, കുട്ടികൾക്കാണെങ്കിൽ അക്കാഡമികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ മൊത്തം പിരിമുറുക്കാണ്. ഇപ്പോൾ കൂടിയല്ലോ, സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞു. ഓരോരുത്തരും ഇങ്ങനെ ഫോണിൽ വിളിക്കുന്ന, ഓൺലൈനായിട്ട് കൗൺസിലിംഗ് തരുമോ? ചിലവർക്ക് ദൂരെ നിന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ ഇപ്പോൾ സൗകര്യം കൂടിയതിനനുസരിച്ച് നമുക്ക് സമ്മർദ്ദങ്ങൾ കൂടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ലതാനും. അത് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. സംഗതി എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹിനോട് ശുക്ർ ചെയ്യുന്നതിൽ, ഹംദ് ചൊല്ലുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതൊക്കെ ആയിരിക്കും പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നത്. അക്കാഡമിക് എക്സലൻസ് ആഗ്രഹിക്കാത്ത മക്കളുണ്ടാവില്ല, രക്ഷിതാക്കളുണ്ടാവില്ല. എൻ്റെ കുട്ടി നല്ല വിജയം നേടണം, നല്ലൊരു കോഴ്സ് എടുക്കണം, നല്ലൊരു മേഖലയിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കാത്തവർ ഒരു രക്ഷിതാവ് ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഏത് രക്ഷിതാവിനും ആഗ്രഹിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഓരോ മക്കളുടെയും കാലിബർ എന്താണ്, അവരുടെ കപ്പാസിറ്റി എന്താണ്, അവർക്ക് ഓരോരുത്തർക്കും കഴിയുന്ന ഒരു മേഖലയിലാണോ നമ്മളവരെ സമ്മർദ്ദം ചെലുത്തുന്നത് നമ്മൾ ആലോചിക്കുക. സ്വാഭാവികമായിട്ടും പറയാറുള്ളത് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ എന്നുള്ളതാണ്. ഏതൊരു നേട്ടം നേടുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലമായിട്ട് മാറാണ്. പ്രത്യേകിച്ച് മക്കൾ, അവർക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്, എന്നാൽ ഇതെന്തിനാ പഠിക്കണമെന്ന് അറിയാത്തൊരു സാഹചര്യം ചിലപ്പോൾ മക്കൾക്കുണ്ട്. ചിലപ്പോൾ പഠനം തന്നെ രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാകുമ്പോൾ അത് ഏറെ പ്രയാസമാണ്, ഓരോന്നും തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കളുടെ ഓരോരുത്തരുടെയും കാലിബറും അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റ് എന്താണ്, ഏത് മേഖലയിലാണ് അവർക്ക് കൂടുതൽ തിളങ്ങാൻ സാധിക്കുക എന്നൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വഴിയിലൂടെ ഒന്ന് ജസ്റ്റ് ചാനലൈസ് ചെയ്ത് കൊടുക്കാം. അത് കുട്ടികൾക്ക് പാടെ വിട്ടുകൊടുക്കണമെന്നല്ല പറയുന്നത്, ഒന്ന് തിരിച്ചറിഞ്ഞ് അവരെ തന്നെ അത് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് ഏറ്റവും നന്നായിട്ടുള്ള മേഖല ഏതാണോ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ആസ്വദിച്ചും രസിച്ചും അതോടൊപ്പം തന്നെ വലിയ പ്രയാസമൊന്നുമില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല കണ്ടെത്തുക. ഒരിക്കലും അവിടെ ഒരു നിർബന്ധപൂർവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ നിരാശ ബാധിച്ച് അവസാനം മെൻ്റൽ ഡിപ്രഷനിലേക്കൊക്കെ എത്തി ആകെ മൂഡൗട്ടായി ഇരിക്കുന്ന കുട്ടികളെയും ഇക്കാലത്ത് നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കുട്ടികളും ഇപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ നേരിടുന്ന വലിയ പ്രശ്നം എന്താണ്, അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികൾ വരെ പിന്നാലെ കൂടുകയാണ്. കാരണം ഇത് വലിയ പഠിപ്പിസ്റ്റാണ്. ഒരു കുട്ടിക്ക് പഠിക്കാനും വയ്യ. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ പഠന വിഷയത്തിൽ മികവ് പുലർത്തുമ്പോൾ ആ ക്ലാസ്സിലുള്ള പല കുട്ടികളിൽ നിന്നും വേറെ സമ്മർദ്ദങ്ങളും ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അല്ലേ? പഠിക്കാത്ത കുട്ടികൾക്ക് അവരുടേതായ സമ്മർദ്ദങ്ങളുണ്ട്. നന്നായി പഠിക്കുന്ന ആളുകൾക്ക് ഈ പഠിക്കാത്ത കുട്ടികളിൽ നിന്നുണ്ടാവുന്ന അസൂയ, അല്ലേ, പക, വിദ്വേഷം, പിന്നെ ഇന്നൊക്കെ ഒരു കോറൽസം ആറ്റിറ്റ്യൂഡ് കൂടിക്കഴിഞ്ഞല്ലോ. അല്ലേ? പെൺകുട്ടികളുടെ ഇടയിലുള്ള ആക്രമണ പ്രവണത അവർ കുറച്ചുകൂടി വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പെൺകുട്ടികൾ, ഇപ്പോൾ ആൺകുട്ടികളൊക്കെ പാവങ്ങളാവുന്നുണ്ട് തോന്നുക, പെൺകുട്ടികൾ കൂടുതൽ വയലൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ അവർ കാണുന്ന ഈ രംഗങ്ങളാണ്. രണ്ടാമത്തത് മൊബൈൽ എഡിക്ഷൻ, ടെക്നോളജിയിൽ സോഷ്യൽ മീഡിയയിലുള്ള അടിമത്തം അല്ലെങ്കിൽ ഗെയിം എഡിക്ഷൻ, ഇതൊക്കെ കുട്ടികളുടെ മാനസികാവസ്ഥ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മൊബൈലൊന്ന് നമ്മൾ കുറച്ച് നേരം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ഉപകരണങ്ങൾ അവർ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ഇത് പല ഉമ്മമാരും പറയുന്ന വലിയൊരു പരാതിയാണ്. അതായത് അവർ ആസ്വദിക്കുന്ന, അവരുപയോഗിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അവരെന്ത് ആണോ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുക അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾ വയലൻ്റ് ആവുകയാണ്. ഈ വയലൻ്റ് ആവുമ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത് കുട്ടിക്ക് തന്നെ നിശ്ചയമല്ല. കാരണം ഈ എഡിക്ഷൻ എന്നുള്ളത് ഈ കുട്ടിയുടെ ബയോളജിയിൽ ജൈവശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
ആ മാറ്റം അവനക്കറിയില്ല എന്ത് മാറ്റം ഉണ്ടാവുന്നതെന്ന്. അവനൊരിക്കലും ഉമ്മനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യല്ല. പക്ഷെ അവൻ ആ സമ്മർദ്ദത്തിന് വഴങ്ങി അവൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാപ്പി ഹോർമോൺസും ഉണ്ട്, സാഡ് ഹോർമോൺസും ഉണ്ട്, നമുക്കറിയാലോ. അപ്പോൾ സാഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവൻ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നത് ഉമ്മയാണോ ഉപ്പയാണോ എന്നുള്ള അപ്പം അവൻ ഫോർ ദി ടൈം ബീങ് മറന്നുപോകും. ഇതവിടെ സംഭവിക്കുന്നത്. അപ്പോൾ രോഗത്തിന് നമ്മൾ ചികിത്സിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ സംഗതി. രോഗം ഉണ്ടാവുകയാണ്. രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പനിയും ജലദോഷവും മറ്റുള്ളതും മാത്രമല്ല രോഗം, ഇതും രോഗമാണ്. കാരണം ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ സ്ക്രീൻ ടൈം അല്ലേ, അത് ലഘൂകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിങ് അത് ഉപ്പയും ചെയ്യേണ്ടതുണ്ട്, ഉമ്മയും ചെയ്യേണ്ടതുണ്ട്, കുട്ടികളും ചെയ്യേണ്ടതുണ്ട്. അതായത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം ഏറ്റവും ക്വാളിറ്റി ടൈമിൽ ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന മഗ്‌രിബിന് ശേഷമുള്ള ടൈം ഒരു 2 hours, അതുപോലെ അതിരാവിലെയുള്ള ആ സമയം, ഈ 2 മണിക്കൂറുകൾ 4 മണിക്കൂറുകൾ നമ്മളൊരു ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ മനസ്സമാധാനം ഉണ്ടാവും. അത് എല്ലാവരും സൂക്ഷിക്കണം. കാരണം എമർജൻസി അല്ലാത്ത ഒരു ഫോണും അറ്റൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവിടെ സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ വാപ്പൻ്റെ ഫോണിൽ എൻഗേജ്ഡാണ്, ഉമ്മൻ്റേതിൽ എൻഗേജ്ഡാണ് അല്ലേ. അപ്പോൾ ടെക്നോളജി എഡിക്റ്റഡായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൊബൈലിനോടാണ്. അവർക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരമില്ല. ഈ പ്രശ്നം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ പല വിഷയങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. പിന്നെ ഒരാൾക്ക് പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ആ പിരിമുറുക്കം റിലീസ് ചെയ്യപ്പെടാതിരുന്നാൽ അയാൾക്ക് നോർമലായി ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വാപ്പയാണെങ്കിലും കുട്ടിയാണെങ്കിലും അധ്യാപകനാണെങ്കിലും അധ്യാപകന്മാർക്ക് പോലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സാറ് നമ്മളൊക്കെ അധ്യാപകരാണ്. കാരണം നമ്മളെ പിരിമുറുക്കം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളോടാണ് പ്രകടിപ്പിക്കുന്നത്. ഇന്നത്തെ ട്രെൻഡുകൾ സെറ്റ് ചെയ്യുന്നതിൽ പലതും കുട്ടികളെ സ്വാധീനിക്കുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകൾ, ഷോർട്സുകൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ അവരിലേക്ക് എത്തുന്ന ഒരുപാട് അറിവുകളാണ്. അവിടെ റിയലായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ചും എന്നാൽ യാഥാർത്ഥ്യത്തിനോട് ഒട്ടും ബന്ധം പുലർത്താത്തതാണ് കൂടുതലായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഏതോ ഒരു മിഥ്യാധാരണയിലൂടെയാണ് അവർ പലപ്പോഴും കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിനപ്പുറം ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാടെ നിർത്തലാക്കുകയല്ല ഫോണിൻ്റെ കാര്യത്തിൽ. പഠിക്കാനെന്ന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് കുട്ടികളെ അല്ലെങ്കിൽ ആ ഒരു സമയം അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഏറെ സ്ട്രെസ്സിലേക്കാണ് അത് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കാണുന്നു എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുക, ഏത് മേഖലയിലാണ് അവർ ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ ഡിവൈസുകളെല്ലാം ഒന്ന് മാറ്റിവെച്ച് പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കാനുള്ളൊരവസ്ഥ വീട്ടിലൊരുക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സുകൾ കുറയും, കുട്ടികളുടെ അക്കാഡമിക് എക്സലൻസ് ഉയരും, അതിലുപരി കുടുംബത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കുടുംബത്തിൽ വാപ്പയും ഉമ്മയും തമ്മിലുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇവർ തമ്മിൽ ഒരു കോറൽസം പേഴ്സണാലിറ്റി ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടി കൂടുന്ന, വഴക്കടിക്കുന്ന, അല്ലെങ്കിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് എപ്പോഴും ഈ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് തീരെ ക്ഷമല്ല. പണ്ടൊക്കെ അതൊരു സഹിക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ മക്കൾ നിങ്ങളെ ഹാലും വിധി എന്തോ ആയിക്കോളി, ഞങ്ങളാ ഭാഗത്തേക്കില്ല. അതാണ് കല്യാണത്തോട് പോലും നോ പറയുന്നത്. മനസ്സിലാണ്ടോ? അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ, ഉമ്മയും ഉപ്പയും തമ്മിൽ നല്ല ഒരു റോൾ മോഡലായി ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് രണ്ട് പേരുടെയും സ്വകാര്യതകൾ എന്താണെന്നറിയാം, അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്നറിയാം. കാരണം പെട്ടെന്ന് രക്ഷിതാക്കളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മക്കൾ. നമ്മൾ വിചാരിക്കുക അവർക്കൊന്നും അറിയില്ല, അവർക്കെല്ലാം അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ റെസ്പെക്റ്റ് നഷ്ടപ്പെടും. ആ ഉമ്മക്കും നഷ്ടപ്പെടും, ഉപ്പക്കും നഷ്ടപ്പെടും. ഉമ്മ ഉപ്പനെ കുറ്റപ്പെടുത്തും, ഉപ്പ ഉമ്മനെയും കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ മക്കളോടായിരിക്കും. അപ്പോൾ മക്കൾ മൊത്തത്തിൽ മനസ്സിലാക്കും തകരാറ് ആർക്കാണെന്ന്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ പോൺ എഡിക്ഷൻ, അത് വലിയൊരു വില്ലനാണ് ഇന്നത്തെ. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അതിനൊക്കെ ഒത്താശ ചെയ്യാനുള്ള സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ ഇൻസ്റ്റാഗ്രാമിലും
മറ്റ് മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വൺസ് അതിന് എഡിക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്ത മുഴുവൻ ലൈംഗികതയിലേക്ക് നീങ്ങുന്നുണ്ട്. കാരണം അത് തുടങ്ങുന്ന ഒരു പ്രായത്തിൽ അതിനോടുള്ള ഒരു ക്രേസ്, അതിനോടുള്ള ഒരു പാഷൻ, അഭിനിവേശം കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ആ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഈ കുട്ടികളിൽ സ്വഭാവ വൈകല്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ശ്രദ്ധക്കുറവുണ്ടാവും, മെമ്മറി വർക്ക് ചെയ്യില്ല. ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും, ക്ലാസ്സിൽ നടക്കുന്നതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ മെമ്മറിയിൽ മുഴുവൻ അടുത്ത ആ ഒരു സീന് കാണാനുള്ള വ്യഗ്രതയിലായിരിക്കും. ഇത് സ്വകാര്യമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കും കണ്ടെത്താൻ പറ്റില്ല. ഇത് സ്വകാര്യമായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം, കുട്ടി വാതിലടച്ചിട്ടായിരിക്കും ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഉമ്മക്കും ഉപ്പക്കും തോന്നുക, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവുക ഞാൻ പഠിക്കുകയാണ്, എനിക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എൻ്റെ പഠനം നടക്കുള്ളൂ. ആ ഒരു ഓമനപ്പേരിലായിരിക്കും വാതിൽ പൂട്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവന് മാതാപിതാക്കൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവൻ ഏറിയ സമയവും ഈ ഫോൺ സൈറ്റുകൾ പരതാനാണ് ഉപയോഗിക്കുന്നത്. ഇത് അവൻ്റെ മൊത്തം ബിഹേവിയറിനെ, അവൻ്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടാകും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിന്ന് ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ, ഇപ്പോൾ ഈ മേഖല ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മോട് പറയുന്നത് പെൺകുട്ടികളുടെ ഇടയിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ഇന്നുണ്ടല്ലോ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭക്കച്ചവടമായി നടക്കുന്നത് സെക്സ് ഇൻഡസ്ട്രിയാണ്. സ്വകാര്യ മായിട്ട് എടുക്കുന്ന ഇത്തരം ഫോട്ടോസും വീഡിയോസും അത് ടോയ്ലറ്റിലേക്ക് മൊബൈൽ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്. നമ്മൾ വളരെ കരുതേണ്ട സംഗതിയാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ടോയ്ലറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് പ്രാർത്ഥന പഠിപ്പിച്ചത്? അല്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ചില ആളുകളൊക്കെ മൊബൈലുമായിട്ട് അവിടെ എഴുത്തികാഫിരിക്കാറുണ്ട്. അത്ര വൃത്തികെട്ട ഒരു സ്ഥലമാണ് ആ ടോയ്ലറ്റ്. അപ്പോൾ അവിടെയാണ് ആണും പെണ്ണും പിശാചി ഉണ്ടാവുക. അപ്പോൾ മനുഷ്യനിൽ ലൈംഗികമായിട്ടുള്ള അവൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് അവിടെയാണ്. അത് ഒപ്പിയെടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പൈസ ലഭിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിവുള്ള ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കൾ ആ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ, വൺസ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇതിനേക്കാളും വലിയ വേറെ ഒന്നുമില്ല. അല്ലേ, പല കുട്ടികളും നമ്മൾ അങ്ങനെയുള്ള കഥകൾ പലതും കേട്ടു. അതായത് കുട്ടികൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു. കാരണം അവരുടെ ഒരു ആവേശത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ലവറിന് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ അവരുടെ അപമാനം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിപ്പെടുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം വളരെ സ്നേഹത്തോടുകൂടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒന്ന് അധ്യാപകനുണ്ട്, രണ്ട് രക്ഷിതാക്കൾക്കുണ്ട്. അതായിരിക്കും അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. ഈ കാലത്തിൽ മക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളും അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും അവിടെ നമ്മളെ മക്കളുടെ ഈ ഒരു പ്രായത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ഇടപഴകുക എന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. കമ്മ്യൂണിക്കേഷൻ അതിൽ വലിയ പങ്കുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ട്രെൻഡുകൾ, അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ വാട്ട് ആർ ദേ ഡൂയിങ്, അവരെന്താണ് ചെയ്യുന്നത്, ഏത് മേഖലയിലാണ് ഉള്ളത് എന്ന് കണ്ടെത്താനുള്ളൊരു പരിശ്രമം അത് അധ്യാപകരുടെ ഭാഗത്ത് വേണം, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്ത് വേണം. ഫൈനലി ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം വളരെ ഭംഗിയായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കെണിയിലും അകപ്പെടാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ സ്നേഹത്തോടു കൂടി കൈ പിടിച്ചുയർത്തി ചേർത്ത് നിർത്തി കൂടെ നടക്കുന്നവരാക്കി മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഓരോ സംഭവങ്ങളും നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒരുപാട് ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ചെറിയ അശ്രദ്ധ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പരമാവധി ശ്രദ്ധിച്ചാൽ പോലും കെണിയിലകപ്പെടുന്ന കാഴ്ചയും അങ്ങനെയുള്ള ലോകവുമാണ് എന്നുള്ളത്, വഞ്ചിക്കപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈ കാലത്തുള്ളത് എന്ന്
രക്ഷിതാക്കളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് അൽഹംദുലില്ലാഹ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങളാണ്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഈ അറിവുകൾ നമുക്ക് പകർന്നു തന്ന ബഹുമാനായ സാറിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ വേണം, സ്നേഹക്കൂട് വേണം, ഇതിൻ്റെ പിന്നണിയിലെ പ്രവർത്തകർ വേണം, നമ്മുടെ പണ്ഡിതന്മാർ വേണം, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ ആളുകൾക്കും നന്മകൾ വരാനുള്ള പ്രാർത്ഥന ഉണ്ടാവണം. അള്ളാഹു നമുക്കൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. നല്ല മക്കളായിട്ട് വളരാൻ നമ്മുടെ മക്കൾക്കും, നല്ല രക്ഷിതാക്കളായി വളരാൻ നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.